അമ്മ മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജിൻസി ലിപ്സൺ. ഞാൻ സെൻറ് തോമസ് ചർച്ച് ഒലിവ് മൗണ്ട് ഇടവകാംഗമാണ്. ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഞാനവിടെ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ 2 വർഷം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്നാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത്. അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ജോലി കിട്ടുമെന്ന്. പക്ഷേ ന്യൂസിലാൻഡിലെ വീടെല്ലാം വിറ്റ് ഞങ്ങളെല്ലാവരും കൂടിയാണ് മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് ലേറ്റായി പോയി. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. ഞാൻ വളരെ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ആദ്യമേ. ഞാനിവിടെ ഫെബ്രുവരി 2023 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ തിരികെ ചെന്നു. ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. അപ്പോഴും ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നും നടക്കുകയില്ല. അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗ്രേസ്. പക്ഷേ എങ്കിൽ ഞാനത് തീർച്ചയായിട്ടും വിശ്വസിച്ചു. ദൈവമേ, എൻ്റെ എക്സ്പീരിയൻസ് ഒന്നിനും ഉപകരിക്കുകയല്ല. ഈശോയെ, നീ എൻ്റെ കൂടെ വരണം. അമ്മേ, നീ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഏരിയയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ വളരെ ടഫായിരുന്നു. അതിനു മുമ്പ് ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. മാതാവിൻ്റെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് പുറത്ത്, ആ റൂമിൻ്റെ പുറത്ത് ഉപ്പ് കൊണ്ടുപോയി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മേ, നീ എൻ്റെ കൂടെ ഇരിക്കണം, എനിക്കൊന്നും പറയാൻ അറിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ കയറിയത്. പക്ഷെ ഞാൻ നല്ല ഭംഗിയായി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതെങ്ങനെയാണ് ആൻസറുകൾ പറഞ്ഞതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ നിന്ന് പോന്നു. വീണ്ടും എനിക്ക് പ്രശ്നങ്ങളാണ്. എനിക്ക് അവിടെ യാത്ര ചെയ്യണമെങ്കിൽ 35-40 മിനിറ്റ്സ് ഹൈവേ കൂടെ വണ്ടി ഓടിക്കണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒരു 2 വീക്സ് കോൺട്രാക്റ്റാണ് തരുന്നത്. എനിക്കൊരു പെർമനൻറ്റ് ജോബ് വേണം വീട് പണിയാനായിട്ട്. അങ്ങനെ ഞാനൊരു ദിവസം വീണ്ടും മുട്ടുകുത്തി നമ്മുടെ പ്രാർത്ഥനയെല്ലാം ചൊല്ലി, ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഞാൻ വിശ്വാസത്തോടെ പോയി. മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, മാതാവേ, എൻ്റെ കഴിവ് കൊണ്ടൊന്നും നടക്കുകയല്ല, പക്ഷേ നീ തിരുക്കുമാരനോട് പറഞ്ഞ് എനിക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വാസത്തോടെ പോയി. അവിടെ ചെന്ന് ഞാൻ അവരെ കണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ജിൻസി, നിനക്ക് 3 മാസത്തെ കോൺട്രാക്റ്റ് തരാം. ഞാൻ പറഞ്ഞു, അത് മതി. പക്ഷേ എനിക്ക് വന്നപ്പോൾ അവർ 1 ഇയർ കോൺട്രാക്റ്റ് തന്നെ. പക്ഷേ എന്നാലും ഞാൻ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് പെർമനൻറ്റ് ജോബ് ഓഫർ ചെയ്തു. ഞാനിപ്പോൾ പെർമനൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഈശോ എനിക്ക് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ വീട് പണിയാനായിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടു. അപ്പോഴും ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന്. പക്ഷേ ഡിസംബറിൽ കീ കിട്ടേണ്ട വീട് പണി അപ്പോഴും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും പോയി ഉപ്പ് കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീട് പണി ഏറ്റവും ഭംഗിയായി നടന്ന് അവർ പറഞ്ഞതിൻ്റെ 3 മാസം മുമ്പ് ഞങ്ങൾക്ക് കീ കിട്ടി. ഞങ്ങൾ ആ വീട്ടിൽ കയറി താമസിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ ഒരിക്കൽ കൂടി അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഒരു അഹങ്കാരം നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റേത്. പലപ്പോഴും പുറത്ത് കാണിക്കില്ലെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുമായിരുന്നു എനിക്ക് എല്ലാം ആയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. വീടായി, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഈശോയോട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോഴും അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ധ്യാനം കൂടുമ്പോഴും ഒക്കെ മനസ്സിലായി ഇതെല്ലാം വെറുതെയാണെന്ന്. ഞാൻ അതിന് ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ എനിക്ക് എളിമപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേരുവാനും അവരെ സഹായിക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നു. അതിനുവേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടുതലായിട്ട് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഉപ്പും തേൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുകയില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. പല രോഗസൗഖ്യങ്ങളും ചെറുതായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ പ്രസംഗങ്ങളും ധ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ ആശ്വാസം തോന്നാറുണ്ട്. ജീവിതത്തിൽ
പ്രത്യാശ നൽകുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ നിന്നും അച്ഛൻ തരുന്നത്. അതുപോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൊന്ത ചെല്ലാൻ വളരെ മടിയുള്ള വ്യക്തിയായിരുന്നു. എന്തിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ആദ്യമേയൊക്കെ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഇവൻ ഒരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ച് വളർന്നെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കും, കൊന്ത ചെല്ലുന്ന എന്തിനാ, ദൈവത്തോടെ നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെയെന്ന്. പക്ഷേ കൊന്തം ഒരു വലിയ ഒരു ആയുധമാണ്, ഈശോയെ പിശാചിനെതിരെയുള്ള ആയുധമാണെന്ന് എനിക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട്, ബൈബിൾ വായിക്കാൻ, കൂടുതൽ പ്രാർത്ഥനയിൽ വളരാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു മടിയില്ല ഇപ്പോൾ. അത് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി. പിന്നെ ഞങ്ങൾ അവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടാണ്. ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ പേപ്പറെല്ലാം എല്ലായിടത്തും കൊടുത്തു. പിന്നെ പ്രാർത്ഥിച്ച് തന്നെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ ഇവിടേക്ക് പൈസ അയച്ചു കൊടുക്കും. അനാഥാലയങ്ങളിലും മറ്റ് രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സഹായങ്ങൾ ചെയ്യാനായിട്ടുള്ള കൃപ ദൈവം തന്നു. എല്ലാത്തിനും അമ്മയും തിരുക്കുമാരൻ തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സാമുവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 7-ാം തിരുവചനം. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ജിൻസി ലിപ്സൺ എന്ന ഈ സഹോദരി പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം പങ്കുവെച്ചത് ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷനും അവിടെ വേഗം ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ വീടും മറ്റു കാര്യങ്ങളെല്ലാം വിറ്റുപിറക്കി ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജോലിയില്ലാത്ത അവസ്ഥയും വളരെ ക്ലേശകരമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ പോവുകയും ചെയ്യുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവിചാരിതമായി കിട്ടിയ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അതാദ്യം 1 മാസത്തേക്ക് ഒരു നിയമനമെന്ന പോലെ വരുന്നു. 3 മാസത്തേക്കായി ദീർഘിപ്പിക്കുന്നു. 1 വർഷത്തേക്കായി പിന്നീടത് നീട്ടിക്കൊടുക്കുന്നു. ഇപ്പോൾ പെർമനൻ്റായിട്ട് ജോലി അനുവദിച്ച് കിട്ടുന്നു. പരിശുദ്ധമ്മ ഉള്ളംകൈയിൽ പാലിക്കുന്നത് പോലെ, ഉള്ളംകൈയിൽ സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്നത് പോലെ വലിയ ആകുലതയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും നാളുകളിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി മകളെ കാത്തുകൊണ്ട് വഴി നടത്തി അനുഗ്രഹിക്കുന്നതിൻ്റെ അനുഭവമാണ് മകൾ തൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കുന്നത്. വീണ്ടും പറയുന്നുണ്ട്, കുടുംബത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ഓരോ നിയോഗങ്ങൾ വരുമ്പോഴും പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ. വീട് പണിയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. വീട് പണി അത് വേഗം പൂർത്തീകരിക്കുവാനായിട്ട് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം ലഭിച്ചത് പ്രത്യേകമാവിധം മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിന് കിട്ടിയ ഉറപ്പും വെളിച്ചവുമാണ് പ്രത്യേകമായിട്ട് മകൾ നമ്മളോട് പങ്കുവെച്ചത്. ഓരോ കാര്യവും ചെയ്യുവാൻ വേണ്ടി അമ്മ മാതാവ് തന്നെ പ്രചോദനം നൽകുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ കൂടുതൽ താല്പര്യവും ജപമാലയിൽ വിശ്വാസവും നൽകി സഹായിക്കുന്നു. അതിന്ന് ഒഴിച്ചുകൂടാനാവാത്ത വിധം അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏതൊരു നിയോഗവും ജപമാലയിലൂടെ സമർപ്പിച്ച് അത് കൃപയ്ക്കുള്ള കാരണമായി തീരുന്നുവെന്ന് മകൾ ലോകത്തോടുന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നത് ആ ഉടമ്പടിയുടെ പ്രാർത്ഥനാ പദ്ധതിയോട് ചേരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ അത് കൃപ കണ്ടെത്തുന്നതിന് കാരണമാകുന്നു. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവിക സംരക്ഷണത്തെയും ദൈവത്തിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസത്തെയും അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയുള്ള ഉടമ്പടിയിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കുകയാണ്. അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനത്തിലും പങ്കാളികളാകുമ്പോൾ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ താല്പര്യങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ലോകത്തിൽ നിരന്തരം വ്യാപിക്കുന്നതിന് വേണ്ടി, ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നമ്മൾ കാരണക്കാരായിത്തീരുന്നു. അതിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളെയും പെട്ടെന്ന് അനുഗ്രഹിക്കുകയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്കത് വേഗത്തിൽ അനുഗ്രഹത്തിനും ക്ലേശങ്ങൾ മാറുന്നതിനും കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യ കാര്യങ്ങളെ സാധ്യതകളാക്കി തരുന്ന അമ്മ, അപ്രതീക്ഷിതമായ പ്രയാസങ്ങളെ വേഗത്തിൽ പരിഹരിച്ചു തരുന്ന അമ്മയുടെ വലിയ മാധ്യസ്ഥ സംരക്ഷണമാണ് ഈ മകൾ നമ്മളോട് തൻ്റെ വാക്കുകളിലൂടെ പങ്കുവച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.